മടങ്ങിപ്പോകുന്നത്. നമ്മുടെ വീടുകളിലേക്കാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്. അവിടെ പ്രാദേശിക സഭകളിൽ എങ്ങനെയായിരിക്കണം, വീടുകളിൽ എങ്ങനെയായിരിക്കണം, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെയാകണം, ഈ കാര്യങ്ങളാണ് ഇന്ന് രാവിലെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മിനിയാന്നാണെന്ന് തോന്നുന്നു, ഒരു ദിവസം രാത്രിയിൽ ഇവിടെ മുതിർന്ന ഒരു സഹോദരനോടൊത്ത് ഞാൻ ചില ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സഹോദരന് ഇങ്ങനെ പറയുന്നത് കേൾക്കാനായിട്ടിടയായി. അദ്ദേഹം പറഞ്ഞു, നേരത്തെ ഒരിക്കൽ സാക് ബ്രദർ സംസാരിച്ചപ്പോൾ ദൈവസഭയെന്ന് പറയുന്നത്, നമ്മുടെ പ്രാദേശിക സഭയെന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലാണ്, ഒരു ആശുപത്രിയാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം ആ സമയത്ത് അനുസ്മരിച്ചു. നമ്മുടെ പ്രാദേശിക സഭകൾ ഒരു ഹോസ്പിറ്റലാകണം, ഒരു ആശുപത്രിയാകണം. കോൺഫറൻസ് വർഷത്തിലൊരിക്കലേ ഉള്ളൂ. കോൺഫറൻസിൽ ഇവിടെ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ കൊച്ചു കൊച്ചു സഭകളിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സൗഖ്യദായക ശക്തി ആ നിലയിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? നമുക്ക് ഒരു വാക്യം നമുക്ക് ചിന്തിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കണം. ഞാൻ ഇംഗ്ലീഷിൽ ലിവിങ് ബൈബിളിൽ ആ വാക്യം, ഷെയർ ഈച്ച് അതേഴ്സ് ട്രബിൾസ് ആൻഡ് പ്രോബ്ലംസ്, മറ്റുള്ളവരുടെ, സഹോദരന്മാരുടെ, സഹോദരിമാരുടെ അവരുടെ കഷ്ടതകളും അവരുടെ പ്രശ്നങ്ങളും നമ്മൾ ഷെയർ ചെയ്യണം, നമ്മളത് പങ്കിടണം. ആൻഡ് ഇൻ ദിസ് വേ ഒബേ ദ ലോ ഓഫ് ക്രൈസ്റ്റ്, ഇങ്ങനെ നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കണം. നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലുള്ള ന്യായപ്രമാണമില്ല, പുതിയ ഉടമ്പടിയിലെ ന്യായപ്രമാണമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മളൊരു ന്യായപ്രമാണത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അത് ആരുടെ ന്യായപ്രമാണമാണ്? ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം. ക്രിസ്തുവിൻ്റെ ഈ ന്യായപ്രമാണത്തിൽ കർത്താവ് പറയുന്നു, നമ്മൾ അന്യോന്യം ഭാരങ്ങളെ ചുമക്കുകയും ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അങ്ങനെ നിവർത്തിക്കുകയും ചെയ്യണം. നമ്മൾ മറ്റ് സഹോദരന്മാരുടെ പ്രയാസങ്ങളും അവരുടെ പ്രതിസന്ധികളിലും അവരുടെ പ്രശ്നങ്ങളിലും നമ്മൾ പങ്കാളികളാകാനായിട്ട് തയ്യാറാവണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രയാസങ്ങളും കഷ്ടതകളും അവരുടെ വളരെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ആ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നമ്മളെ അനുവദിക്കുന്ന അളവിൽ നമുക്ക് കടന്നു ചെന്ന് അത് പങ്കിടുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ ഭാരങ്ങൾ ചുമക്കുകയും ചെയ്താൽ നമ്മുടെ പ്രാദേശിക സഭകൾ ഒരു ആശുപത്രി പോലെ ആയിരിക്കും. നമ്മൾ പലപ്പോഴും കൂട്ടായ്മയെക്കുറിച്ച് പറയാറുണ്ട്. കൊച്ചു സഭകളിൽ നമ്മൾ കൂട്ടായ്മയെക്കുറിച്ച് പറയാറുണ്ട്. കൂട്ടായ്മയെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരേ കാര്യങ്ങൾ, ദൈവവചനത്തിൽ നിന്ന് ഒരേ കാര്യങ്ങളെ ചിന്തിക്കുന്നു. ആ നിലയിലൊരു കൂട്ടായ്മയുണ്ട്. ഒന്നിച്ചു കൂടി നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ പങ്കിടുന്നു, ദൈവവചനം ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് അതിനും കുറച്ചുകൂടെ അപ്പുറത്ത് അന്യോന്യം ശുശ്രൂഷിക്കുന്നതിലൊരു കൂട്ടായ്മ അതിനേക്കാൾ അടുത്തപടിയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. മീറ്റിംഗ് കഴിഞ്ഞ് ഒരാളെ വണ്ടിയിൽ കൊണ്ടുവന്ന് വിടുന്നു, അല്ലെങ്കിൽ വേറൊരാൾക്കൊരു പ്രായോഗികമായ ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യത്തിന് സഹായിക്കുന്നു. പക്ഷേ ഈ രണ്ടാമത് നമ്മൾ ശുശ്രൂഷകൾ പങ്കിടുന്ന ഒരു ഘട്ടത്തിലും നമ്മളൊരു പരിധി കഴിഞ്ഞ് അടുക്കുന്നില്ല. അവരുടെ പ്രശ്നങ്ങളെന്താ, അവരുടെ മുറിവുകളെന്താ, അവരുടെ വിഷമങ്ങളെന്താ? ഈ ചില സ്ഥാപനങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അതിക്രമിച്ച് കിടക്കുന്നവർ എന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ പലരും അവരുടെ ആന്തരികമായ പല കാര്യങ്ങളുടെ മേലെ അങ്ങനെ ഒരു മേലെഴുത്ത് വെച്ചിരിക്കുക. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അതിക്രമിച്ച് കിടക്കരുത്, വരാം, എൻ്റെ അടുത്തേക്ക് വരാം, പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്, എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടരുത്. ഞാൻ മീറ്റിങ്ങിൽ വരും, ദൈവവചനം കേൾക്കും, ദൈവവചനം സംസാരിക്കും, ഞാൻ എഴുന്നേറ്റ സാക്ഷ്യങ്ങൾ പറയും, പാട്ടുപാടും, അതൊരളവിൽ അങ്ങനെ ചെയ്യും. അതിനപ്പുറത്ത് ശുശ്രൂഷയുടെ ഒരു തലത്തിലും ഞാൻ വേണമെങ്കിൽ കാര്യങ്ങളിൽ ഇടപെടാം, അന്യോന്യം ആ നിലയിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കാം.
എന്നാൽ നമ്മൾ ഇവിടെ വായിച്ചത് അതിനേക്കാളും ആഴത്തിലുള്ള ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ എന്താണ്? അന്യോന്യം അവരുടെ ഭാരങ്ങൾ ചുമക്കുകയും അവരുടെ പ്രയാസങ്ങളിലും അവരുടെ വിഷമങ്ങളിലും അതിൽ ഭാഗവാക്കാകുകയും ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, നമ്മുടെ ഒരു സഭ ആ നിലയിൽ ഒരു കാഴ്ചപ്പാടോടെ നമ്മളെല്ലാവരും നിന്നാൽ അതൊരു അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു ആശുപത്രിയായിത്തീരും. ആളുകൾക്ക് കടന്നു വരാം, വന്ന് സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകാം. നാം ദൈവസഭയെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. അതിൻ്റെ 10-ാമത്തെ അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 30 മുതൽ അതിൻ്റെ 37 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു ഉപമ പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വളരെ പരിചിതമായ ഒരു ഉപമയാണ്. നല്ല ശമരിയക്കാരൻ്റെ ഉപമയാണ്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന്, 30-ാമത്തെ വാക്യം, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചുപോയി. ആ വഴിയായി എതിർച്ചയാ ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അരികെ ചെന്നു എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ, നല്ല ശമര്യക്കാരൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം. ടേക്ക് കെയർ ഓഫ് ഹിം. നോക്കുക, ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. ഇവനെ രക്ഷ ചെയ്യണം, ടേക്ക് കെയർ ഓഫ് ഹിം. ഇവനെ സൂക്ഷിച്ചു കൊള്ളണം, ഇവനെ ശ്രദ്ധിച്ചു കൊള്ളണം, ഇവനെ ശുശ്രൂഷിക്കണം, ഇവനെ രക്ഷ ചെയ്യണം. അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. നല്ല ശമര്യക്കാരൻ്റെ ഉപമ എന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ വരെ പറയുന്ന ഈ കഥയിൽ, ഈ സംഭവത്തിൽ ആരാ നല്ല ശമര്യക്കാരൻ? നല്ല ശമര്യക്കാരൻ ആരാണ്? ലേവ്യനുണ്ട്, പുരോഹിതനുണ്ട്. നല്ല ശമര്യക്കാരൻ വാസ്തവത്തിൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. യേശു തന്നെയാണ് നല്ല ശമര്യക്കാരൻ. അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരുവനെ കണ്ട്, അവൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുകയായിരുന്നു. അവൻ ദൈവത്തിൻ്റെ നഗരത്തിൽ നിന്ന് ലോകത്തിലേക്കുള്ള പ്രയാണത്തിനിടയിൽ ഒരുവൻ മുറിവേറ്റും അടിയേറ്റും കള്ളന്മാരെ കൊണ്ട് ആ നിലയിൽ ഉപദ്രവിക്കപ്പെട്ട അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുകയാണ്. അവിടെ ഈ മതം വന്നു, കണ്ടു, ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. പാരമ്പര്യങ്ങൾ വന്നു, അവനെ സഹായിപ്പാനായിട്ട് നോക്കി. അവര് ആ നിലയിൽ ഒന്ന് നോക്കിയതേ ഉള്ളൂ, അവർക്ക് സഹായിപ്പാൻ മനസ്സുണ്ടായിരുന്നില്ല. പുരോഹിതനും ലേവ്യനും വന്നു, ആ വഴിയെ കടന്നുപോയി. എന്നാൽ അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ അവരാരും ഇവന്റെ കാര്യം ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ ഇതാ നല്ല ശമര്യക്കാരൻ ആയ കർത്താവ് തന്നെ അവൻ്റെ അടുക്കൽ വന്ന് അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞ് പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്ത് ആ വഴിയമ്പലക്കാരന് 2 വെള്ളിക്കാശ് കൊടുത്ത് ഇവനെ രക്ഷ ചെയ്യണം, അധികമായിട്ട് വല്ലതും വേണ്ടി വന്നാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോയി. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഈ ലോകത്ത് യഥാർത്ഥത്തിൽ മുറിവേറ്റ് അടിയേറ്റ് ഒരു കണ്ണിനും ദയ തോന്നാതെ കിടക്കുന്ന ആളുകളോട് യഥാർത്ഥ മനസ്സുള്ളവൻ ആരാണ്? മതത്തിന് ആ നിലയിൽ അനുകമ്പയില്ല. പാരമ്പര്യങ്ങൾ ഒരു പരിധിവരെ അടുത്ത് വരികയുള്ളൂ. എന്നാൽ കർത്താവ് അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് വരും. നമുക്ക് നമ്മുടെ ജീവിതം തന്നെ അത് ആ നിലയിൽ ചിന്തിക്കാമല്ലോ. നാം ഒക്കെയും മുറിവേറ്റും അടിയേറ്റും ലോകത്താൽ കൈവിടപ്പെട്ടും മതത്തിനും പാരമ്പര്യങ്ങൾക്കും രക്ഷിക്കാനായിട്ട് കഴിയാതെയും ഇരുന്ന അവസ്ഥയിൽ ഇതാ കർത്താവായ യേശു ക്രിസ്തു വന്നു. അവൻ നിർത്തി, അവന് കരുണ തോന്നി. അവൻ വന്ന് നമ്മുടെ മുറിവുകളെ കെട്ടി ആ മുറിവുകളിന്മേൽ വീഞ്ഞും എണ്ണയും പകർന്ന് നമ്മളെ വാഹനമൃഗത്തിന്മേൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുവന്ന് രക്ഷ ചെയ്യുന്ന ഈ കഥ
ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. ഇതെങ്ങനെയാ കർത്താവിനെ കുറിച്ചാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ ഒക്കും? എനിക്കതിൻ്റെ തിയോളജി ഒന്നും ആ നിലയിൽ അറിഞ്ഞുകൂടാ. കർത്താവിനെ ഇവിടെ ഒരു ശമര്യക്കാരനോട് താരതമ്യം ചെയ്യാമോ? കർത്താവിനെ ഒരു ശമര്യക്കാരനോട് താരതമ്യം ചെയ്യാമോ? സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നത് കർത്താവിനെ കുറിച്ചുള്ള ഒരു പരാതി എന്ന് പറയുന്നത് അവന് പാപികളുടെ സ്നേഹിതൻ എന്നുള്ളതാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളോട്, പൊതുസമൂഹം തള്ളിക്കളയുന്ന ആളുകളോട് ഉള്ള ഒരു പ്രതിബദ്ധതയുള്ള ആളായിരുന്നു കർത്താവ്. അതുകൊണ്ടാണ് കർത്താവിനെ പറഞ്ഞത് ഇവൻ പാപികളുടെ സ്നേഹിതൻ എന്ന മുദ്രകുത്തി. ആ കാലത്ത് ഒരു തരം വിജാതീയരെ പോലെ യഹൂദന്മാര് മറ്റ് ജാതികളോട് ഇടകലർന്നുണ്ടായ ശമര്യര് യഹൂദന്മാരെ മാറ്റി നിർത്തുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ശമര്യൻ, അതാണ് കർത്താവെന്ന് ഒരിക്കല് യഹൂദന്മാർ തന്നെ മുദ്രകുത്തിയ ഒരു സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായത്തിലാണ് കർത്താവ് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവര് യേശുവിനെ ഒരു ശമര്യനാണെന്ന് പറയുന്നത്. നോക്ക്, അതിൻ്റെ 8 അധ്യായം അതിൻ്റെ 48 വാക്യം. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. യഹൂദന്മാരെ യേശുവിനെ ശമര്യൻ എന്ന മുദ്രകുത്തി. അത് അവര് പറഞ്ഞത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഇവിടെ ഇതാ ഈ ഉപമയിലെ കർത്താവ് തന്നെയാണ് കടന്നു വരുന്നത്. കർത്താവ് വന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ അടുക്കലെത്തി കണ്ടിട്ട് മനസ്സലിഞ്ഞു. ഒരു കൊച്ചു പ്രയോഗം നമ്മൾ ശ്രദ്ധിച്ചോ? 33 വചനത്തിന്റെ അവസാന ഭാഗം, അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. ഇത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ മൂഡ് വിത്ത് കമ്പാഷൻ എന്നാണ്. മൂഡ് വിത്ത് കമ്പാഷൻ. ഈ പ്രയോഗം നമ്മൾ മറ്റു പലയിടത്തും കണ്ടിട്ടുണ്ട്. എവിടെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ. പുരുഷാരത്തെ കണ്ട് അവിടത്തേക്ക് ഈ മൂഡ് വിത്ത് കമ്പാഷൻ. പുരുഷാരത്തെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞു, അല്ലെങ്കിൽ രോഗികളെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞു. ഈ മൂഡ് വിത്ത് കമ്പാഷൻ എന്ന് പറയുന്ന അതേ പ്രയോഗം തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. കർത്താവിന് മനസ്സലിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്നു. പരിശുദ്ധാത്മാവും യേശുവിൻ്റെ ജീവനുമാണ് അത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എണ്ണയും വീഞ്ഞും പകർന്നു. അവൻ്റെ മുറിവുകളെ കെട്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായ മുറിവുകളെ കെട്ടാൻ ഈ ലോകത്തിനോ ഇവിടുത്തെ മതത്തിനോ ഒന്നും കഴിയാതെ വന്നപ്പോൾ നല്ല ശമര്യക്കാരനായ കർത്താവ് ആ മുറിവുകളിന്മേൽ പരിശുദ്ധാത്മാവിനെ പകർന്ന് ആ നിലയിലെ ദൈവജീവനെക്കുറിച്ചുള്ള, യേശുവിൻ്റെ ജീവനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് തന്ന് നമ്മുടെ മുറിവുകളെ പൊറുപ്പിച്ച ആ കർത്താവ് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് തൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി. കർത്താവിൻ്റെ വാഹനമൃഗം സക്കറിയാവിൻ്റെ പുസ്തകത്തെക്കുറിച്ച് രാവിലെ സഹോദരൻ പറഞ്ഞല്ലോ. സക്കറിയാവിൻ്റെ പുസ്തകം 9 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ കർത്താവിൻ്റെ വാഹനമൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സിയോൻ പുത്രി ആർപ്പിടുക, നിന്റെ രാജാവ് എങ്ങനെ വരുന്നു? കഴുതമേൽ കയറി വരുന്നു. കഴുതമേൽ കയറി. ഈ നല്ല ശമര്യക്കാരൻ എന്ത് ചെയ്ത് കാണും? തൻ്റെ വാഹനമൃഗമായ കഴുതപ്പുറത്ത് ഈ അടിയേറ്റ ആളെ കയറ്റി. അവിടെ നിന്ന് കയറ്റിയതിന് ശേഷം കർത്താവ് എവിടെ കൊണ്ടുവന്നാക്കി? വഴിയമ്പലത്തിൽ കൊണ്ടുവന്നാക്കി. വഴിയമ്പലം, സത്രം. ആ കാലഘട്ടത്തിൽ വഴിയമ്പലങ്ങൾ ആളുകൾക്ക് ഭക്ഷണവും ഒരു വിശ്രമവും മാത്രമല്ല നൽകിയിരുന്നത്, മറിച്ച് അവരുടെ മുറിവുകളെ ശുശ്രൂഷിക്കുന്ന ഒരു ചെറിയ തരം ആശുപത്രി കൂടെയായിരുന്നു. ഈ വഴിയമ്പലം എന്തിനെ കാണിക്കുന്നു പ്രിയപ്പെട്ടവരെ? വഴിയമ്പലം സഭയെയാണ് കാണിക്കുന്നത്. കർത്താവ് ലോകത്തിൽ മുറിവേറ്റ ആളുകളെ കൊണ്ടുവന്ന് കർത്താവ് സൗഖ്യമാക്കിയിട്ട് അവരെ അങ്ങ് വെറുതെ വിടുകയല്ല ചെയ്തത്. നീ സൗഖ്യമായി. രാവിലെ സഹോദരൻ പറഞ്ഞല്ലോ, കൈ ഉയർത്തി സ്നാനവും കൊടുത്തു. എന്നിട്ട് അവനെ അവൻ്റെ വീട്ടിൽ വിട്ടു. കുറച്ച് കഴിഞ്ഞ് ചെന്ന് അടുത്ത വർഷം വീണ്ടും അവനോട് പ്രസംഗിക്കാൻ ചെന്ന് നോക്കിയപ്പോൾ എന്താ? അവനെല്ലാം സിഗരറ്റും വലിച്ച് സിനിമയെല്ലാം കണ്ട് അങ്ങനെ പിന്നെ നടക്കുക. കാര്യം അവനെ എവിടെ കൊണ്ടാക്കിയില്ല? ഒരു വഴിയമ്പലത്തിൽ കൊണ്ടുവന്നാക്കിയില്ല, ഒരു സഭയിൽ കൊണ്ടുവന്നാക്കിയില്ല. ഇന്നത്തെ പൊതു ക്രിസ്തീയ സമൂഹത്തിലെ പലപ്പോഴും ഉണ്ടാകുന്ന സുവിശേഷവൽക്കരണത്തിൽ ഉണ്ടാകുന്ന പോരായ്മ ഇതാണ്. എന്നാൽ ഈ നല്ല ശമര്യക്കാരൻ അവൻ്റെ മുറിവുകളെ കെട്ടി അതിനുശേഷം അവനെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, വഴിയമ്പലം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക സഭയായിട്ട് നമുക്ക് ചിന്തിക്കാം. എന്നിട്ട് കർത്താവ് അവിടെ അവനെ ഏൽപ്പിച്ചു. ഈ വഴിയമ്പലത്തിൽ ഈ മുറിവേറ്റവനെ ഏൽപ്പിച്ചു. എന്നിട്ട് 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരനെ കൊടുത്തു. നമ്മൾ ശ്രദ്ധിച്ചോ? ഈ വഴിയമ്പലക്കാരൻ ഇപ്പം
2 വെള്ളിക്കാശ് കിട്ടിയത് എങ്ങനെയാ കിട്ടിയത്? പുതിയ ഒരാളെ, മുറിവേറ്റ ഒരാളെ അവിടെ കൊണ്ടുവന്ന് ആക്കിയപ്പോഴാണ് അവിടെ അനുഗ്രഹം വന്നത്. നമ്മൾ ഇന്ന് കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ സഹോദരന്മാരെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരൻ പറയുമായിരുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുതിയ ആളുകളൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് വലിയ ആഗ്രഹമില്ല. കാര്യം അവരൊക്കെ പലരും കുഴപ്പക്കാരൊക്കെയാണ്. ഇപ്പം നമ്മൾ വലിയ കുഴപ്പമില്ലാതെ മാന്യന്മാരായ ആളുകൾ കുറച്ച് പേര് കൂടി, കാറേ വരുന്നവരും ഒക്കെ ഉണ്ട്, വണ്ടിയെല്ലാം ഭംഗിയായിട്ട് പാർക്ക് ചെയ്ത് നമ്മൾ മീറ്റിങ്ങൊക്കെ കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ആരും അന്യോന്യൊന്നും മുറിപ്പെടുത്തുകയൊന്നുമില്ല. എല്ലാം ഭംഗിയാണ്, വളരെ എറ്റിക്കേറ്റാണ്. പുതിയ ആളുകൾ വന്നാൽ പ്രയാസം. അവർക്ക് ഈ നമ്മുടെ പറയുന്ന ഈ ജീവനുള്ള സുവിശേഷത്തെക്കുറിച്ചൊന്നും വലിയ ബോധ്യമൊന്നുമില്ല. അവരെന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പറഞ്ഞെന്നിരിക്കും, പ്രശ്നങ്ങളായെന്നിരിക്കും. നമ്മൾ ആളുകളെ അങ്ങനെ അകറ്റി നിർത്തുന്ന ഒരു കാര്യമുണ്ടോ? ഇവിടെ ഇതാ ഈ വഴിയമ്പലത്തിൽ അവിടെ പ്രയോജനം കിട്ടിയത്, അവിടെ അനുഗ്രഹം കിട്ടിയത് ഈ മുറിവേറ്റ ആൾ വന്നതോടെയാണ്. 2 വെള്ളിക്കാശ് എടുത്ത വഴിയമ്പലക്കാരന് കൊടുത്തു. 2 വെള്ളിക്കാശ് നമുക്ക് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, ദൈവവചനത്തെ കാണിക്കുന്നു. ആ നിലയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. എന്നിട്ട് വഴിയമ്പലക്കാരനോട് പറയുന്നു, ഇവനെ രക്ഷ ചെയ്യണം, ടേക്ക് കെയർ ഓഫ് ഹിം, ഇവനെ രക്ഷിക്കണം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു പ്രാദേശിക സഭകളിലുള്ള നമ്മളോടെല്ലാം പറയുന്ന ഒരു കാര്യം, ഇവനെ രക്ഷ ചെയ്യണം, ടേക്ക് കെയർ ഓഫ് ഹിം. പുതിയ ആളുകൾ വരും, മുറിവേറ്റവരും ലോകത്തിൻ്റെ കൈകൾ കൊണ്ട് അടിയേറ്റവരും ഒക്കെ ആയ ധാരാളം പേരെ കടന്നു വരും. അവരെ രക്ഷിക്കാൻ, കർത്താവിനെ കൊണ്ടുപോകാൻ മറ്റൊരു സ്ഥലമില്ല എന്ന് ഞാൻ നീ ഓർത്തിരിക്കണം. നമ്മുടെ വഴിയമ്പലത്തിലേക്കാണ്, നമ്മുടെ ഈ കൊച്ചു സത്രത്തിലേക്കാണ്, നമ്മുടെ ഈ കൊച്ചു സഭയിലേക്കാണ് കർത്താവ് വലിയ പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ വാഹനമൃഗത്തിൽ ഈ മുറിവേറ്റവനെ കയറ്റിക്കൊണ്ട് കൊണ്ടുവരുന്നത്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ സഭയിലേക്ക് പുതുതായിട്ടൊരാൾ വരുന്നു, നാം അതിനെ ഈ നിലയിൽ വിഷ്വലൈസ് ചെയ്യണം. അവനെ കൊണ്ടുവരുന്നത്, അവൻ ഈ ഗേറ്റ് കടന്നു വരുമ്പോൾ അവിടെ ഒരാൾ ഒരു വാഹനമൃഗത്തിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യുന്നത് കർത്താവ് തന്നെയാണ്. കർത്താവിന് ഇവനെ കൊണ്ടാക്കാൻ മറ്റൊരു സ്ഥലമില്ല, നമ്മുടെ കൊച്ചു സഭയിലല്ലാതെ വേറൊരു സ്ഥലമില്ല. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവനെ രക്ഷ ചെയ്യണം. എന്നിട്ട് കർത്താവ് പറയുന്നു, ഞാൻ മടങ്ങി വരുമ്പോൾ, കർത്താവ് പോവുകയാണ്, തിരിച്ചു വരും, മടങ്ങി വരും, ഞാൻ 2ാമത് വരും എന്ന് പറഞ്ഞു പോയ ഒരാളേ ഉള്ളൂ, കർത്താവാണത്. കർത്താവ് വീണ്ടും മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ ഇതിനുള്ള പ്രതിഫലം അന്നേരം ഞാൻ തന്നുകൊള്ളാം എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണണം. നമ്മുടെ പ്രാദേശിക സഭകൾ ഈ നിലയിലൊരു ഹോസ്പിറ്റലായി മാറും. ഹോസ്പിറ്റലായി മാറുമ്പോൾ കർത്താവ് ഇത് കാണുന്നുണ്ട്. ഞാൻ മടങ്ങി വരും. തൽക്കാലം 2 വെള്ളിക്കാശ് ഞാൻ തരുന്നു, ദൈവവചനം തരുന്നു, പരിശുദ്ധാത്മാവ് തരുന്നു, ഈ കാര്യങ്ങൾ തരുന്നു. പക്ഷേ ഇവനെ വേണ്ട വിധത്തിൽ ശുശ്രൂഷ ചെയ്തു കൊള്ളുക. ഇവൻ ഭാഗികമായിട്ട് ഇവൻ്റെ മുറിവുകളെ പൊറുപ്പിച്ചതാണ്. ഞാൻ തന്നെ അവൻ്റെ മുറിവിന്മേൽ വീഞ്ഞു എണ്ണയും പകർന്നതാണ്. പക്ഷേ ഇവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കുന്നു. എനിക്ക് പകരം ഇവനെ ശുശ്രൂഷിക്കുന്ന ചുമതല ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാൻ മടങ്ങി വരുമ്പോൾ റിവാർഡ്, പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് ആ നല്ല ശമരിയക്കാരൻ പോവുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭകൾ ഈ നിലയിലാണ് എന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടോ? നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ അവർ പലരും അവരുടേതായ കുഴപ്പങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം മുറിവേറ്റവരും അടിവേറ്റവരും. നമ്മൾ കണ്ടല്ലോ, ഈ ഉപമയിൽ കണ്ടു, യെരുശലേമിൽ നിന്ന് യെരീഹോവിലേക്കുള്ള യാത്രക്കിടയിലാണ് ഇവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടത്. അന്നത്തെ കാലഘട്ടത്തിലും ഇന്ന് ഇസ്രായേൽ നാട്ടിൽ പോലും ആ വഴി വളരെ ദുർഘടമായ ഒരു വഴിയാണ്. യെരുശലേമിൽ നിന്ന് യെരീഹോവിലേക്കുള്ള ആ വഴിയെന്ന് പറയുന്നത് ദുർഘടമായ സ്ഥലമാണ്. കള്ളന്മാരും പിടിച്ചുപറിക്കാരും ഒക്കെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ സാധാരണഗതിയിൽ സംഘം ചേർന്നേ പോവുകയുള്ളൂ. സംഘം ചേർന്ന് പോയാൽ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും, കള്ളന്മാരെ ആക്രമിക്കുകയില്ല. പക്ഷേ ഇവിടെ നമ്മൾ കണ്ട ഉപമയിലെ ആളെന്ത് ചെയ്തു? അവൻ്റെ ഭാഗത്ത് തന്നെ ഒരു മടയത്തരമുണ്ട്. അവന് വേണ്ട കരുതലെടുത്തില്ല. കഴിഞ്ഞൊരു ദിവസം ഒരു മോളോടുള്ള ബന്ധത്തിൽ ഞാൻ മോളോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ആ കുഞ്ഞ് വിചാരിച്ചു അവൾ പല വിധത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് കടന്നുപോയി, ലോകത്തിലേക്ക് ചെന്നു, അടിയേറ്റു, മുറിവേറ്റു, വ്രണപ്പെട്ട് ഇരിക്കുന്നു. ആ മുറിയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ആ കുഞ്ഞ് വിചാരിച്ചു ഞാൻ എന്തോ വലിയ ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ സഭയിൽ പറയുന്ന ആളായതുകൊണ്ട്
ഈ കുഞ്ഞിനോട് വലിയ ശാസനയായിട്ട് ഏതാണ്ട് പറയും, നീ നാളെ മുതൽ സഭയിൽ വരണ്ട എന്ന് മുടക്കാനോ ഏതാണ്ട് വന്നതാണോ എന്ന് അവൾ ചിന്തിച്ചു. ഞാൻ അവിടോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചു, കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞു, അവളുടെ പ്രയാസം, അവളുടെ പ്രശ്നം കൊണ്ട് തന്നെ, അവളുടെ ബുദ്ധിമോശം കൊണ്ട് തന്നെ അവൾക്ക് ചില കാര്യങ്ങൾ സംഭവിച്ചെന്നിരിക്കാം. രണ്ടാമത്തെ കാര്യം, ഈ സമൂഹത്തിന്റെ തെറ്റായ പെരുമാറ്റം കൊണ്ടാണ് ആ കാര്യങ്ങൾ സംഭവിച്ചത്. നീ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? നല്ല ശബരിയക്കാരൻ ഇവിടെ എന്ത് ചെയ്തു? നല്ല ശബരിയക്കാരൻ വാഹനം നിർത്തിയിട്ട് ഈ അടി കൊണ്ട് കിടക്കുന്നവനോട് ചെന്ന് ചോദിച്ചില്ല, നിനക്കിത് വരണം, കാരണം നീ സംഘം ചേർന്ന് പോകുന്നതിന് പകരം നിന്നോട് ആര് പറഞ്ഞു ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ മുറിവേറ്റും അടിയേറ്റും കിടക്കാൻ എന്ന് പറഞ്ഞ് അവനെ ഒന്ന് പ്രോസിക്യൂട്ട് ചെയ്യുന്നില്ല. കർത്താവ് ഒരക്ഷരം പോലും ഈ മുറിവേറ്റ് കിടന്നവനോട് ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മറിച്ച് എന്ത് ചെയ്തു? അവനെ കണ്ട് കരുണ തോന്നി, വാഹനം നിർത്തി, അവൻ്റെ മുറിവിന്മേൽ വീഞ്ഞും എണ്ണയും പകരുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ രംഗത്ത് ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അവളുടെ പ്രശ്നം കൊണ്ടായാലും സമൂഹത്തിൻ്റെ തെറ്റായ നിലയിലുള്ള പ്രതികരണം കൊണ്ടായാലും, രണ്ടായാലും മുറിവേറ്റും അടിയേറ്റും കിടക്കുന്ന ഈ കുഞ്ഞിനോട് കർത്താവേ, ഒരു നല്ല ശമരിയക്കാരനെ പോലെ പെരുമാറാൻ എന്നെ സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അടിയേറ്റവരും മുറിവേറ്റവരും അവരുടെ ബുദ്ധിമോശം കൊണ്ട് തന്നെ ആയിരിക്കും പലപ്പോഴും പല കാര്യങ്ങളിലും ഇടപെടുന്നത്. പക്ഷേ ഇവിടെ നല്ല ശമരിയക്കാരൻ ആ കാര്യം ചോദിക്കുന്നതേ ഇല്ല, അതിനെക്കുറിച്ച് മിണ്ടുന്നതേ ഇല്ല. മിണ്ടാതെ അവിടുന്ന് എന്ത് ചെയ്തു? അവൻ്റെ ആവശ്യത്തെ കണ്ടു. അവൻ്റെ ആവശ്യം അപ്പോൾ മുറിവേറ്റ് കിടക്കുകയാണ്. ആ മുറിവിന് സൗഖ്യമാണ് ആവശ്യം. അതുകൊണ്ട് കർത്താവ് ആ കാര്യത്തിൽ ശ്രദ്ധിച്ചു. എന്നിട്ട് വഴിയമ്പലത്തിൽ കൊണ്ടുവന്ന് അവിടെയും ആ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഇവൻ്റെ ബുദ്ധിമോശം കൊണ്ട് അടിയേറ്റ് കിടന്നവനാണ് എന്നൊരു ചരിത്രമൊന്നും വഴിയമ്പലക്കാരനോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നോക്കുക, കർത്താവിൻ്റെ മനോഭാവം നമുക്ക് അടിയേറ്റവരെ ശുശ്രൂഷിക്കുമ്പോൾ, മുറിവേറ്റവരെ ശുശ്രൂഷിക്കുമ്പോൾ, വഴിയമ്പലക്കാരെന്നുള്ള നിലയിൽ, സത്രത്തിൻ്റെ ഉടമസ്ഥരെന്നുള്ള നിലയിൽ, സത്രത്തിൽ ശുശ്രൂഷിക്കുന്നവരെന്നുള്ള നിലയിൽ നമുക്ക് ഈ കർത്താവിൻ്റെ മനോഭാവം ഉണ്ടോ? നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഈ വഴിയമ്പലം സത്രമെന്ന് പറയുന്നത് സഭയാണെങ്കിൽ വഴിയമ്പലക്കാരൻ എന്ന് പറയുന്നത് അവിടുത്തെ എൽഡറാണ് എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല. ദൈവസഭയിൽ ഇന്നുള്ള എല്ലാവരും ഈ പുതുതായിട്ട് വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ പുതിയതായിട്ട് വരുന്ന ആളിൻ്റെ എൽഡർമാരാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാനൊരിക്കൽ പേരൂർക്കട മാനസിക രോഗാശുപത്രിയിൽ പോയ ഒരു സ്നേഹിതൻ ഒരു കഥ പറഞ്ഞത് കഥയല്ല, അദ്ദേഹം പേരൂർക്കട മാനസിക രോഗാശുപത്രിയിൽ ഒരു രോഗിയെ കാണാനായിട്ട് ചെന്നപ്പം ഡോക്ടർ അവിടുത്തെ ഒരാളെ കൂട്ടി അങ്ങോട്ട് വിട്ടു. അവിടെ ആ കോമ്പൗണ്ടിൽ പലയിടത്തായിട്ടാണ് ഈ കെട്ടിടങ്ങൾ ചിതറിക്കിടക്കുന്നത്. അതുകൊണ്ട് പുറത്തു നിന്ന് ഒരാൾ ചെന്നാൽ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാനൊക്കെയില്ല. അതുകൊണ്ട് ഒരാളെ കൂട്ടിക്കൊണ്ട് പോയ ആളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ നല്ല രീതിയിലൊക്കെ പെരുമാറി. അപ്പോൾ ഈ സന്ദർശകൻ വിചാരിച്ചു, എൻ്റെ സ്നേഹിതൻ വിചാരിച്ചു, ഇയാൾ ഇതിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് വിചാരിച്ചു. എങ്കിലും ഇദ്ദേഹത്തോട് പരിചയപ്പെട്ട് കളയാം എന്ന് വിചാരിച്ചു. ചോദിച്ചു, നിങ്ങളിവിടെ ഈ മാനസിക രോഗാശുപത്രിയിൽ എന്ത് ജോലിയാണ് വഹിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ജോലിക്കാരനല്ല, ഞാൻ 10 കൊല്ലം മുമ്പ് ഇതുപോലെ രോഗിയായിട്ട് ഇവിടെ വന്ന ആളാണ്. മാനസിക രോഗിയായിട്ട് ഇതേ ആശുപത്രി വന്ന ആളാണ്. പക്ഷേ എൻ്റെ രോഗം സൗഖ്യമായപ്പം എനിക്ക് പോകാൻ മറ്റൊരു ഇടമില്ലാത്തതുകൊണ്ട് ഇവിടെ ആൾക്കാരും ഉദ്യോഗസ്ഥരും കുറവായതുകൊണ്ട് ഇവിടെ രോഗികളെ പരിചരിക്കുന്നതും അത്യാവശ്യ കാര്യങ്ങളും ചെയ്യാൻ എന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. നോക്കുക പ്രിയമുള്ളവരെ, ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം, ഒരു വഴിയമ്പലത്തെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ കാര്യവും ഒരു എൽഡർക്ക് ചെയ്യാവുന്ന കാര്യമല്ല, ഒരു മൂപ്പന് ചെയ്യാവുന്ന കാര്യമല്ല. മറിച്ച് കടന്നു വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, അടിയേറ്റ് വന്നിരുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവനേക്കാൾ മുതിർന്നവരാണ് മുകളിലുള്ള എല്ലാവരും. സാക്ബർ പലപ്പോഴും ഒരു കാര്യം പറയാറുണ്ടല്ലോ, 1-ാം ക്ലാസ്സിലുള്ള ആളുടെ എൽഡർ ആരാ? 2-ാം ക്ലാസ്സിലുള്ള ആളാണ്. നമ്മുടെ സഭയിലുള്ള എല്ലാവരും പുതുതായി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുതിർന്ന സഹോദരനാകാൻ അല്ലെങ്കിൽ മുതിർന്ന സഹോദരിയാകാൻ പ്രാപ്തരായ ആളുകളാണ്. പക്ഷേ മുതിർന്ന സഹോദരനോ മുതിർന്ന സഹോദരിയോ ആകുമ്പോൾ തെറ്റായ ഒരു മനോഭാവവും നമുക്ക് വരാനായിട്ട് കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അടുത്ത 2 അധ്യായങ്ങൾ കഴിയുമ്പോൾ 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പം അവിടെ നമ്മളൊരു എൽഡറെ കാണുന്നുണ്ടല്ലോ. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം
അതിൻ്റെ 25 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. ധൂർത്തപുത്രൻ്റെ ഉപമ, മുടിയൻ പുത്രൻ്റെ ഉപമ. മുടിയൻ പുത്രൻ്റെ ഉപമയിൽ അവിടെ നമ്മളൊരു എൽഡറെ കാണുന്നുണ്ട്, മൂത്ത സഹോദരൻ. ആ മൂത്ത സഹോദരൻ ഈ ആളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? കാര്യങ്ങൾ കൂടുതൽ പ്രയാസമായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ ശോധന ചെയ്യേണ്ടത്, കർത്താവേ, നീ എന്നെ ആ മുറിവേറ്റ് വരുന്ന ആളുകളുടെ ശുശ്രൂഷിപ്പാൻ, അവർക്ക് സൗഖ്യം നൽകാനായിട്ട് എന്നെ വിടുന്നു. പക്ഷെ അത് ചെയ്യാനായിട്ട് ഒരുമ്പെടുമ്പം എനിക്ക് ഈ മുടിയൻ പുത്രൻ്റെ ഉപമയിലെ മുതിർന്ന സഹോദരൻ്റെ മനോഭാവമാണോ ഉള്ളത് എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഈ മുടിയൻ പുത്രൻ്റെ കഥയിലെ മുതിർന്ന സഹോദരൻ്റെ പ്രശ്നം എന്തായിരുന്നു? അവൻ ഒന്നാമത് ആനന്ദിക്കുന്നവരോടുകൂടെ ആനന്ദിപ്പാൻ അവന് കഴിഞ്ഞില്ല. 25-ാമത്തെ വാക്യം നോക്കുക. മുടിയൻ പുത്രനും അപ്പനും ഒക്കെ കൂടെ ആനന്ദിച്ച് തുടങ്ങി. അപ്പോഴാണ് മൂത്ത മകൻ വയലിൽ നിന്ന് വരുന്നത്. പക്ഷെ ആനന്ദിക്കുന്നവരോടുകൂടെ ആനന്ദിക്കാൻ അവന് കഴിയുന്നില്ല. സഹോദര സഹോദരി, നമുക്കത് കഴിയുന്നുണ്ടോ? ഒരു വചനമുണ്ടല്ലോ, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയാൻ താരതമ്യേന എളുപ്പമാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സഹോദരന് സുഖമില്ല, അയ്യോ സഹോദര, സഹോദരൻ ഹോസ്പിറ്റലാണ്, ചെന്ന് കാണുന്നു. എന്നാൽ എൻ്റെ അടുത്ത വീട്ടുകാരൻ 2 നില വീട് വെച്ച് സന്തോഷിക്കുമ്പം, അല്ലെ ആ വീട്ടുകാരൻ്റെ മകന് ഒരു പുതിയ അഡ്മിഷൻ കിട്ടി, ആ നിലയിൽ പോകുമ്പം നമ്മുടെ മനോഭാവം എന്താ? കരയുന്നവരോടുകൂടെ കരയാൻ എളുപ്പമാണ്. ഈ മൂത്ത സഹോദരൻ ആനന്ദിച്ചു തുടങ്ങിയപ്പോൾ ആ ആനന്ദം പങ്കിടാൻ അവന് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മനോഭാവം ആ നിലയിലാണെങ്കിൽ നമ്മളൊരു തെറ്റായ മുതിർന്ന സഹോദരനായിരിക്കും. രണ്ടാമതവൻ നോക്കുക. രണ്ടാമതവൻ ഈ കാര്യം ചോദിക്കുന്നത് ആരോടാ? അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോടൊന്നുമല്ല. അവൻ ചോദിക്കുന്ന ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച്, 26-ാമത്തെ വാക്യം, നൃത്തഘോഷവും കേട്ട് ബാല്യക്കാരനെ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. ചോദിക്കേണ്ടവരോടല്ല, ഉത്തരവാദിത്തപ്പെട്ടവരോടല്ല അവൻ്റെ ചോദ്യം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ബാല്യക്കാരൻ അവന് പ്രധാനമായിട്ട് തോന്നിയതൊക്കെ അതാണ് പറയുന്നത്. കൊഴുത്ത ഒരു കാളക്കുട്ടി ഉണ്ടായിരുന്നു, അതിനെ അറുത്തു. കാളക്കുട്ടിയെ അറുത്തതാണ് ബാല്യക്കാരൻ്റെ പ്രശ്നം. കാര്യം അവന് തീറ്റി കൊടുക്കുന്നതായിരുന്നു ഇവൻ്റെ പണി. ഇതിന് തീറ്റിയെല്ലാം കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നപ്പം ഇവിടെ എന്താ സംഭവമെന്ന് മൂത്ത സഹോദരൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നമ്മുടെ ആ കാളക്കുട്ടി ഉണ്ടല്ലോ അതിനെ അറുത്തു. കാര്യങ്ങളുടെ അതിൻ്റെ ഒരു ഫോക്കസിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ചില ആളുകളുണ്ടാവും. അവരോടല്ല നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. എന്താ സത്യത്തിൽ സംഭവിച്ചത്? ഇത്രയും നാൾ അന്യദേശത്തായിരുന്ന ഈ മുടിയൻ പുത്രൻ വന്നു, അവനോടുകൂടെ സന്തോഷിക്കും. അത് അപ്പൻ്റെ അറിയാം, അപ്പൻ്റെ ഹൃദയം അതാണ്, അവിടാണ് കാര്യങ്ങളുടെ ഫോക്കസ്. പക്ഷെ ഇവൻ അന്വേഷിച്ചത് ആരോടാ? ബാല്യക്കാരനോട് അന്വേഷിച്ചു. ബാല്യക്കാരൻ അവന് പ്രധാനമായിട്ട് തോന്നിയത് പലതും കൊഴുപ്പിച്ചു പറഞ്ഞു. കൊഴുത്ത കാളക്കുട്ടിയെ അറുത്തു. ഉടനെ അവന്, ഈ മുതിർന്ന സഹോദരനെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്, അവൻ ഉടനെ പിന്നീട് അവൻ്റെ മനോഭാവത്തിലുള്ള പ്രശ്നം, ഇത്ര കാലമായിട്ട് ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. നോക്ക്, അവന് തന്നെ ഒരു അടിമയായിട്ട് തോന്നുക ചെയ്യുന്നു. ദൈവസഭയിൽ ഞാൻ ഈ മനോഭാവം കണ്ടിട്ടുണ്ട്. അവനെ തന്നെ ഒരു അടിമയായിട്ട് തോന്നുന്നു. സത്യത്തിൽ മുതിർന്ന സഹോദരൻ അവിടെ അടിമയാണോ? അല്ല. പിന്നീട് അപ്പം പറയുന്നുണ്ട്. എന്ത് പറയുന്നു? അതിൻ്റെ 31-ാമത്തെ വാക്യം നമുക്കറിയാം. നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. ഈ മുഴുവൻ കാര്യത്തിൻ്റെ അവകാശിയാണ് ഈ മൂത്തപുത്രൻ. മുടിയൻ പുത്രന് നേരത്തെ കിട്ടേണ്ടത് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇനിയുള്ളതിൻ്റെ എല്ലാം അവകാശിയാണ് ഈ മുതിർന്ന മൂത്തപുത്രൻ. പക്ഷെ അവനിപ്പോൾ തന്നെക്കുറിച്ച് തന്നെ തോന്നുകയാണ്, ഞാനിവിടെ ഒരു അടിമയാണ്. സഹോദര സഹോദരി, നീ ദൈവസഭയിലായിരിക്കുമ്പോൾ നീ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയും. നീ വയലിൽ അധ്വാനിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ഈ വീടിന് വേണ്ടി ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും ഞാനൊരു അടിമയാണ് എന്നൊരു ചിന്ത നിന്റെ മനസ്സിലേക്ക് വരുന്നെങ്കിൽ നീ വിചാരിച്ചു കൊള്ളണം, അല്ല, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് എന്ന അപ്പൻ്റെ വാചകം നീ കേൾക്കണം. പിന്നീട് അവൻ എന്ത് സംഭവിച്ചു? അവൻ താരതമ്യം ചെയ്യുന്നു. അവന് ഈ മുതിർന്ന സഹോദരൻ ഇളയ സഹോദരനുമായിട്ട് തന്നെ താരതമ്യം ചെയ്യുക. എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല, പക്ഷെ അവൻ വന്നപ്പം കാളക്കുട്ടിയെ അറുത്തു. ഇങ്ങനെയൊക്കെ താരതമ്യം ചെയ്യുന്നു. ദൈവസഭയിലും ഈ തെറ്റായ മനോഭാവം കടന്നു വരാം. ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ട്. പുതുതായിട്ട് വന്ന ഒരു സഹോദരനെ ആ നിലയിലൊക്കെ ഉത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തപ്പം മുതിർന്ന ഒരു സഹോദരൻ, അല്പം പ്രായമുള്ള ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഇപ്പം വന്ന ആളുകളെ ഇങ്ങനെയാണോ വേണ്ടത്?
എനിക്കൊരു കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന് ആ കാര്യം തന്നെ തന്നെ താരതമ്യം ചെയ്തിട്ട്, ഞങ്ങൾ പ്രായമുള്ളവർ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിട്ട് അവരെ ആ നിലയിൽ പ്രോത്സാഹിപ്പിക്കാതെ ഈ ആളിനെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത്? എനിക്ക് 10 വർഷത്തെ സീനിയോറിറ്റി ഇവിടെ ദൈവസഭയിലുണ്ട്, എന്നിട്ട് എന്നോട് അവസാനം പ്രാർത്ഥിക്കാൻ ഇതേവരെ പറഞ്ഞില്ലല്ലോ. ഇന്നലെ വന്ന സഹോദരനോട് അവസാനം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആളുകൾ എത്ര കൊച്ചു മനുഷ്യരാണെന്ന് ഓർക്കുക. മുട്ടുസൂചിയുടെ അറ്റം പോലുള്ള മനസ്സാ പലർക്കും. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, ആ പുതുതായിട്ട് വന്ന ആളിനെ വേണ്ടി കാളക്കുട്ടി ആർത്തു, ഞാൻ 15 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്, എന്നോട് ഇന്നേ വരെ. നോക്കുക, നമുക്ക് പുതുതായിട്ട് വരുന്ന ആളിനെ ശുശ്രൂഷിപ്പാനായിട്ട് കഴിയുകയില്ല. അടുത്ത് അവൻ എന്ത് സംഭവിക്കുന്നു? അവൻ പറയുന്നു, അവൻ പിന്നെ കഥകൾ മെനഞ്ഞുണ്ടാക്കുക ചെയ്യുന്നു. വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നു കളഞ്ഞ്. സത്യത്തിൽ നമുക്കറിയാം, മുടിയൻപുത്രൻ്റെ കഥയിൽ ആ നിലയിൽ അവനൊരു തെറ്റ് ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതെല്ലാം അവൻ്റെ ഭാവനയാണ്, മൂത്ത പുത്രൻ്റെ ഭാവനയാണ്. ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവരെ സംബന്ധിച്ച് നമുക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ. നമ്മൾ പലതും അങ്ങ് അസ്യൂം ചെയ്യുക. ഇന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ചത്തത് കീചകനെങ്കിൽ എങ്ങനെയാണ് ആ കഥ? എങ്ങനെയാണ്? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഒരു പുകയുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരു തീയുണ്ട്. നമുക്ക് ചില ധാരണകളൊക്കെ ഉണ്ട്. എന്നെ കണ്ടപ്പോൾ മുഖം തിരിച്ചു പോയെങ്കിൽ അതിന് കാരണം ഇന്നലെ ഞാൻ നടന്നു വന്നപ്പോൾ ഈ സഹോദരനെ വീട്ടിൽ വിളിച്ച് ചായ കൊടുക്കാഞ്ഞത് കൊണ്ടാണ് ഇന്ന് എന്നെ കണ്ടപ്പോൾ മുഖം തിരിച്ചു പോയത്. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിന് പല്ലിന് വേദനയായിരുന്നു, നേരത്തെ വീട്ടിൽ പോകണമെന്നുള്ളതുകൊണ്ട് പോയതാ. നമ്മൾ പല കാര്യങ്ങളും അങ്ങ് ആരോപിക്കുക ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള തെറ്റായ മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വഴിയമ്പലത്തിൽ ഒരു സൗഖ്യദായക ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയുകയില്ല. ഒടുവിലായിട്ട് നോക്കുക, അവൻ്റെ മനോഭാവം. അവൻ പറയുന്നു, നിന്റെ മകൻ വന്നപ്പോഴോ ബന്ധം പോലും പോയി. മൂത്തപുത്രൻ എങ്ങനെയാ പറയേണ്ടത്? എൻ്റെ ഈ സഹോദരൻ, എൻ്റെ അനുജൻ വന്നപ്പോൾ എന്നാണ് പറയേണ്ടത്. പക്ഷേ ഈ ഇളയ സഹോദരനെ ഇവൻ എങ്ങനെയാ സംബോധന ചെയ്യുന്നത്? നിന്റെ മകൻ. ഇവന് ബന്ധമൊന്നുമില്ലേ? ബന്ധമുണ്ട്, പക്ഷെ ബന്ധം വിട്ടുപോയി. നോക്കുക, പല കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞത്. ആനന്ദിക്കുന്നവരോടുകൂടെ ആനന്ദിക്കാൻ അവന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ അവന് തെറ്റായ ആളുകളോട് ഈ കാര്യങ്ങളുടെ പോക്കിനെക്കുറിച്ച്, ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ ഫോക്കസിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളുകളോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പം അവരപ്രസക്തമായ പല കാര്യങ്ങളും കൊഴുപ്പിച്ചു പറയും. അത് കേട്ട് താനൊരു അടിമയാണെന്ന് ചിന്തിച്ച്, സത്യത്തിൽ അവൻ അവിടെ യജമാനായിരിക്കെ അവൻ അടിമയാണെന്ന് ചിന്തിച്ച് തന്നെ ഈ ഇളയ സഹോദരനോട് താരതമ്യം ചെയ്ത് അവനെക്കുറിച്ച് കഥകൾ മെനഞ്ഞ് അവനുമായിട്ടുള്ള ബന്ധം പോലും നഷ്ടപ്പെട്ടവരായിട്ട് ഈ മുതിർന്ന സഹോദരൻ നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സഹോദരി, നീ ഞാനും ഒരു പ്രാദേശിക സഭയിൽ അംഗമാണ്. പക്ഷേ നമ്മൾ ഈ മുതിർന്ന സഹോദരനെ പോലെ തെറ്റായ മനോഭാവം ഉള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ കർത്താവ് പലപ്പോഴും നമ്മുടെ വഴിയമ്പലത്തിൽ മുറിവേറ്റവരെ കൊണ്ടുവന്ന് വയ്ക്കും. പക്ഷേ നമുക്ക് വേണ്ടതുപോലെ അവരെ സൗഖ്യമാക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്യും? പിന്നീട് അവരെ വേറെ വല്ലയിടത്തേക്കും കൊണ്ടുപോയെന്ന് ഇരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ആർക്കാ നഷ്ടം? നമുക്ക് തന്നെയാ നഷ്ടം. ഞാൻ വീണ്ടും വരും, ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ ഇതിന് പ്രതിഫലം തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് നല്ല ശബരിയക്കാരൻ പോയിരിക്കുന്നത്. ഞാനും നീയും നമ്മുടെ തെറ്റായ മനോഭാവം കൊണ്ട് ഈ വരുന്ന ആളുകളെ ശുശ്രൂഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യാതെ ഇരുന്നാൽ കർത്താവിന് നഷ്ടമൊന്നുമില്ല. കർത്താവ് മറ്റൊരിടത്ത് അവനെ സൗഖ്യമാക്കാനായിട്ട് മറ്റൊരു വഴിയമ്പലത്തിൽ കൊണ്ടുവന്ന് ആക്കിയെന്നിരിക്കും. പക്ഷേ എനിക്ക് നിനക്കും നമുക്കാണ് ആ പ്രതിഫലം നഷ്ടമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മൾ തിരിച്ച് കോൺഫറൻസിന് ശേഷം നമ്മുടെ പ്രാദേശിക സഭയിലേക്ക് പോകുമ്പോൾ നമുക്കിതിനെ ഒരു പുതിയ കാഴ്ചപ്പാടോടെ കാണാനൊക്കുമോ? ആളുകളോട് ഞായറാഴ്ച മീറ്റിങ്ങിൽ വന്ന് സംസാരിക്കുകയും പാട്ടുകൾ പാടുകയും ചെയ്യുന്ന ഒരു ഫെലോഷിപ്പിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ആളുകളെ അതിനുശേഷം വണ്ടിയെ കയറ്റി അവിടം വരെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫെലോഷിപ്പിന് അപ്പുറത്തേക്ക് അവരുടെ മുറിവുകളെ കെട്ടാനും അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അവരുടെ അടികളെ കണ്ടറിയാനും അതിൻ്റെ മേലെ ഒരു സൗഖ്യദായക ശക്തി പകരാനും ഉള്ള ഒരു വിളിയാണ് എനിക്കും നിനക്കും ഉള്ളത്
എന്ന് നമ്മൾ കണ്ടെത്തുമോ? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു വചനം കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ ചിന്തിക്കാനായിട്ട് ഇടയായി. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ആ കാര്യം ചിന്തിക്കാനായിട്ട് ഇടയായത്. 53-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യെശയ്യാവിൻ്റെ പുസ്തകം 53-ന്റെ 3-ാമത്തെ വാക്യം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. നമുക്ക് മറ്റുള്ളവരുടെ മുറിവുകളെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമുക്കൊരു സൗഖ്യമുണ്ടാകണം. നമുക്കത് ഭാവന ചെയ്ത് നോക്കാം. വഴിയമ്പലത്തിൽ കൊണ്ടുവന്നാക്കി ഇവൻ്റെ മുറിവുകളെ കെട്ടണമെന്ന് പറയുമ്പം വഴിയമ്പലക്കാരൻ അതിനേക്കാളും മുറിവേറ്റും ചോര ഒലിപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ അവൻ എങ്ങനെ ഈ ആളിനെ ശുശ്രൂഷിക്കാനായിട്ട് ഒക്കുന്നത്? പേരൂർക്കട മാനസിക രോഗാശുപത്രിയിൽ രോഗം സൗഖ്യമായവന് മാത്രമേ പുതുതായിട്ട് വരുന്ന ആളുകളെ ശുശ്രൂഷിപ്പാനേ കഴിയുള്ളൂ. അവൻ തന്നെ രോഗിയാണെങ്കിൽ അവൻ എങ്ങനെ മറ്റേ ആളിനെ ശുശ്രൂഷിപ്പാനായിട്ട് കഴിയും? പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ പ്രാദേശിക സഭകളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ശോധന ചെയ്യണം. നമുക്ക് പല രീതിയിലുള്ള മുറിവുകൾ നമുക്ക് സംഭവിക്കാം. പലപ്പോഴും ഈ വാക്യത്തെ രോഗസൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. POC ബൈബിളിൽ കാണുന്നത് അവൻ്റെ ക്ഷതങ്ങളാൽ, അവൻ്റെ മുറിവുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന് മുറിവേറ്റു, യേശുവിന് അടിയേറ്റു. ആ മുറിവുകളാൽ നമുക്കെന്തുണ്ട്? നമുക്ക് സൗഖ്യമുണ്ട്. അവൻ്റെ അടിപ്പിണരുകളാലാണ് നമുക്ക് സൗഖ്യം, അവൻ്റെ ക്ഷതങ്ങളാലാണ് നമുക്ക് സൗഖ്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും അത് ചിന്തിച്ചിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഇതേ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. താന് പലപ്പോഴും ഈ ജീവിതത്തിൽ അടിയേറ്റു, മുറിവേറ്റു. കർത്താവിന് മുറിവേറ്റെന്നും അടിയേറ്റെന്നും പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ പലപ്പോഴും ക്രൂശീകരണ സമയത്ത് താൻ അനുഭവിച്ച വ്യഥകളാണ് നമ്മളുടെ ഓർമ്മയിൽ വരുന്നത്. എന്നാൽ 33 വർഷം താൻ ജീവിച്ചപ്പോൾ ഏതെല്ലാം നിലയിൽ താൻ മാനസികമായ ആ നിലയിലുള്ള മുറിവുകൾക്ക് വിധേയനായിട്ടുണ്ടാവും. നമ്മൾ മുമ്പേ വായിച്ച സക്കറിയാവിൻ്റെ പുസ്തകത്തിൽ തന്നെ നമ്മളൊരു വാക്യം കാണുന്നുണ്ടല്ലോ. സക്കറിയാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം കർത്താവിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ് സക്കറിയാവിൻ്റെ പുസ്തകം. അതിൻ്റെ 13-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് താൻ സ്നേഹിക്കുന്നവരുടെ വീട്ടിലേക്ക് വന്നു. പക്ഷെ ആ വീട്ടിൽ വെച്ച് കർത്താവിന് എന്തുകൊണ്ടു? അടികൊണ്ടു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ്റെ സ്വന്തം ജാതി അവനെ തള്ളിക്കളഞ്ഞു. അവൻ്റെ വീട്ടുകാരോ ഇവന് ഭ്രാന്തുണ്ടെന്ന് വിചാരിച്ചു. പലരും അവനെ നിരസിച്ചു. പ്രിയ ശിഷ്യൻ അവൻ്റെ മുഖത്ത് നോക്കി ആണയിടുകയും പ്രാകുകയും ചെയ്തപ്പോൾ യേശുവിന് മനസ്സിൽ വലിയ സന്തോഷമായിരുന്നു. ആ നിലയിലാണോ നമ്മൾ കാര്യങ്ങളെ കാണുന്നത്? ഇവിടെ ഇതാ നമ്മൾ കാണുന്നത്. എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകും. നമുക്കും പ്രിയമുള്ളവരെ, ശാരീരികമായ അടികളെക്കാളും നമുക്ക് പലപ്പോഴും മുറിവുണ്ടായിട്ടുള്ളത് നമ്മുടെ മനസ്സിലല്ലേ, നമ്മുടെ ഹൃദയത്തിലല്ലേ? ഈ ഹൃദയത്തിലെ മുറിവും വേദനയും മറ്റൊരു സ്ഥലത്ത് വെച്ചായിരുന്നെങ്കിൽ നമ്മൾ പൊറുക്കാനും ക്ഷമിക്കാനും താരതമ്യേന എളുപ്പമാണ്. മറിച്ച് എവിടെ വെച്ചാണ് നമുക്കിത് ലഭിച്ചത്? നാം സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ. കർത്താവിനെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ പ്രാണസ്നേഹിതനും എന്നോടൊപ്പം അപ്പം തിന്നവനും അവനാണ് എനിക്ക് നേരെ കുതികാൽ ഉയർത്തിയത്. അതിൻ്റെ പിന്നിൽ ഒരു വ്യഥയുണ്ട്. സഹോദരി, നിന്നെ സ്നേഹിക്കാമെന്നും സംരക്ഷിക്കാമെന്നും പറഞ്ഞ ഭർത്താവ്, അദ്ദേഹത്തിൽ നിന്ന് വന്ന ആ കുത്തുവാക്കാണ് നിന്നെ മുറിവേൽപ്പിച്ചത്. സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ചാണ് അടിയേറ്റത്. സഹോദര, നിന്റെ മകൻ നിന്റെ ഒപ്പം വളർന്നു വന്നപ്പോൾ അവൻ ചെറുപ്പമായിരുന്നപ്പോൾ, കുഞ്ഞായിരുന്നപ്പം അവന് രാത്രിയിൽ പനിയുണ്ടായപ്പോൾ നീ അവനെ തോളയിലെടുത്തിട്ടോണ്ട് ഒരു വാഹനം കിട്ടാതെ 4-5 കിലോമീറ്റർ നടന്നുപോയി ആശുപത്രിയിൽ ചെന്ന രംഗമൊക്കെ നിന്റെ മനസ്സിലുണ്ട്. ആ മകൻ ഇപ്പം വളർന്ന് നിന്നോടൊപ്പം ആയപ്പം അവനൊരു സമയത്ത് നിന്റെ നേരെ കൈ ഓങ്ങിയാൽ അതൊരു മുറിവാ. സ്നേഹിക്കുന്നവരുടെ അടുത്ത് വെച്ച്
മുറിവേറ്റതാണ്. പ്രിയമുള്ളവർ, നമ്മൾ സഭയായിട്ട് ജീവിക്കുമ്പോഴും കുടുംബമായിട്ട് ജീവിക്കുമ്പോഴും നമുക്ക് ധാരാളം ക്ഷതങ്ങൾ കടന്നു വരാം. ഈ ക്ഷതങ്ങളൊക്കെയും ആ ക്ഷതങ്ങളുടെ മുറിപ്പാടുകളുമായിട്ടാണ് പലരും സഭകളിലായിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞിടെ ഒരു കാര്യം വായിക്കാനായിട്ടിടയായി. വിവാഹത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന, വിവാഹത്തിൻ്റെ സുവർണ ജൂബിലി എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞിട്ട് 50 വർഷമായ ഭാര്യയും ഭർത്താവും. ഇന്നത്തെ കാലത്ത് പോലും അതൊരു അത്ഭുതമാണ്. 50 വർഷം ഒന്നിച്ച് ജീവിക്കുക. അവരെ ആദരിക്കാൻ വേണ്ടി നാട്ടിലൊരു ചടങ്ങ് നടത്തി. ഈ അപ്പച്ചനെയും അമ്മച്ചയും കൂടെ വിളിച്ച് അടുത്തിരുത്തി പൊന്നാടയൊക്കെ അണിയിച്ചു. കൊച്ചുമക്കൾ വന്ന് കേക്കൊക്കെ മുറിച്ചു. 50 വർഷം വിവാഹത്തിൻ്റെ സുവർണ ജൂബിലി. എന്നിട്ട് അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിയെ വിഷമിപ്പിക്കുന്ന എന്തുവാ കാര്യം വല്ലതും ഉണ്ടോ? ഇത്രയും വർഷം നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചല്ലോ, എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന കാര്യം? അപ്പോൾ പറഞ്ഞു, എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പം ഈ മനുഷ്യനുണ്ടല്ലോ, 2ാമത്തെ ദിവസം അവൻ്റെ വീട്ടുകാരുടെയൊക്കെ മുമ്പ് വെച്ച് എന്നെ നാണം കെടുത്തി കളഞ്ഞു. 50 വർഷം മുമ്പ് നടന്ന ഒരു കാര്യം, 1/2 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. വിവാഹത്തിൻ്റെ സുവർണ ജൂബിലിയാണ് ആഘോഷിക്കുന്നത്. പക്ഷെ ഈ മനുഷ്യൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പം വീട്ടുകാരുടെ എല്ലാം മുമ്പ് വെച്ച് എന്നെ പരസ്യമായിട്ട് ഉണങ്ങാത്ത ഒരു മുറിവ്, ആന്തരികമായ ഒരു ക്ഷതം. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ക്ഷതങ്ങളുമായിട്ട് നമ്മൾ തന്നെ ആയിരുന്നാൽ നമുക്ക് പുതുതായിട്ട് വരുന്നവരുടെ മുറിവുകളെ കെട്ടാനായിട്ട് കഴിയുമോ? കർത്താവ്, സഹോദര സഹോദരി, കർത്താവിന് ഈ ക്ഷതങ്ങൾ അറിയാം. നാം വായിച്ചത്, എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്താ എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്ഷതങ്ങളിലും മുറിവുകളിലും നമുക്കൊരു പൊറുതി ഉണ്ടെങ്കിൽ മാത്രമേ പുതുതായിട്ട് വരുന്നവരെ സൗഖ്യപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ രക്തം വാർന്നവരായിട്ടും ചോര ഒലിക്കുന്നവരായിട്ട് നിന്നാൽ വരുന്നവരെ സൗഖ്യപ്പെടുത്താനായിട്ട് കഴിയില്ല. കേവലം ക്ഷമിക്കുന്നതിനപ്പുറത്താണ് സൗഖ്യം എന്ന കാര്യം. ക്ഷമിക്കാം, പലതും നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട്, പലതും നമ്മൾ വിട്ടു. പക്ഷെ എന്താ, വിട്ട പലതും നമ്മൾ കൊന്നുകളഞ്ഞിട്ടില്ല. നമ്മൾ കുഴിച്ചു മൂടിയിട്ടേ ഉള്ളൂ. കുഴിച്ചു മൂടിയത് ചില വെള്ളിയാഴ്ചകളിലൊക്കെ യക്ഷികൾ ഇറങ്ങി വരുമെന്ന് കേട്ടിട്ടുണ്ട്. പാലപ്പൂ മണമുള്ള ദിവസം യക്ഷി. പ്രിയമുള്ളവർ, നമ്മൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ അതിനെ മൂടിക്കളഞ്ഞ ചിലത് കാണാം. ചില വെള്ളിയാഴ്ചകളിൽ പാലപ്പൂ മണമുള്ള ചില രാത്രികളിൽ ഇതിങ്ങനെ ഇറങ്ങി വരും, വന്ന് നിന്നെ മുട്ടി വിളിക്കും. നിനക്ക് വേണ്ടത് കേവലം ഒരു ക്ഷമയല്ല, അതിൻ്റെ അപ്പുറത്തൊരു ആന്തരിക സൗഖ്യമാണ്. ഈ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതലാണ് വേണ്ടത്. അതാര് തരും? വീഞ്ഞും എണ്ണയും പകർന്ന് ആ മുറിവുകളെ കെട്ടുന്ന ഒരുവനുണ്ട്. അതിൻ്റെ ബാക്കി പൂർത്തിയാക്കാനായിട്ടൊരു പ്രാദേശിക സഭയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ കടമകൾ മറന്നുപോയാൽ ആരാണിത് ചെയ്യാനായിട്ട് കഴിയുക? അതുകൊണ്ട് സഭയിലാക്കി വെക്കപ്പെട്ടിട്ടുള്ളവർ ഒന്നാമത് നമ്മുടെ ആന്തരിക മുറിവുകളിൽ നിന്ന്, ക്ഷതങ്ങളിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവരായിരിക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് ഈ സൗഖ്യദായക ശക്തി പകർന്നു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. എങ്ങനെ നമുക്ക് സൗഖ്യം ലഭിക്കും? പലരും പറയാറുണ്ട്, സഹോദര, ഞാനത് എത്രയോ നാളായിട്ട് അത് വിട്ടുകളയണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്ക് കഴിയുന്നില്ല. ഭർത്താവ് അന്ന് പറഞ്ഞ ആ വാക്ക്, അത് വിട്ടുകളയണമെന്നുണ്ട്. പക്ഷേ അടുക്കളയിൽ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുമ്പം പിന്നെ മനസ്സിലേക്ക് ഇത് തള്ളിക്കേറി വരിക. 25 കൊല്ലം മുമ്പ്, 50 കൊല്ലം മുമ്പ് സംഭവിച്ച കാര്യമാണെന്ന് ഓർക്കണം. ആ മുറിവ് സൗഖ്യം വന്നിട്ടില്ല, പൊറുത്തിട്ടില്ല. അത് ക്ഷമിച്ചു, പക്ഷെ അവിടെ സൗഖ്യം വന്നിട്ടില്ല. അല്ലെങ്കിൽ ആ സഭയിൽ വെച്ച് എന്നോട് ആ സഹോദരൻ ആ നിലയിൽ പെരുമാറിയത്, ഇന്ന സഹോദരി എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെയുള്ള ധാരാളം മുറിവുകളുമായിട്ടും അത് ചോര ഒലിപ്പിച്ചുമാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താനായിട്ട് കഴിയില്ല. മറിച്ച് നമ്മൾ തന്നെ ദൈവസന്നിധിയിലേക്ക് ചെന്ന് ഈ ക്ഷതങ്ങൾക്ക് ഒരു പൊറുമ അത് പ്രാപിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് അത് ചെയ്യാനായിട്ട് കഴിയും. ദൈവവചനത്തിന് അത് ചെയ്യാനായിട്ട് കഴിയും. വീഞ്ഞും എണ്ണയും പകർന്ന് അവിടുന്ന് അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ കാര്യങ്ങളെ എങ്ങനെ കഴിയും? നമ്മളതൊരു ചിന്തിച്ച് ചില കാര്യങ്ങൾ വെച്ചാൽ കഴിയുമോ? ഇല്ല. കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നാലേ കഴിയുള്ളൂ. കർത്താവിൻ്റെ മുറിപ്പാടുകളുമായിട്ട് നമ്മുടെ മുറിപ്പാടുകളെ ചേർത്ത് വെച്ചാലേ നമുക്ക് സത്യത്തിൽ ഒരു ആന്തരിക സൗഖ്യം ലഭിക്കുകയുള്ളൂ. ഞാനൊരു സ്ത്രീയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കേരളക്കരയിൽ വളരെ പ്രശസ്തയായ ഒരു സ്ത്രീയാണ്. അവർ വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ വിവാഹിതയായി 20 വയസ്സിൽ താഴെ തന്നെ താൻ ആദ്യം പ്രസവിച്ചു ഒരു കുഞ്ഞിനെ വളർത്താനായിട്ടിടയായി. പക്ഷേ ഈ 20 വയസ്സിൽ താഴെ
പെട്ടെന്ന് മാതാവായ ഈ സ്ത്രീക്ക് ചില മാനസികമായ ചില പ്രയാസങ്ങൾ വന്നു, ചില വിഷാദങ്ങൾ വന്നു. അതിൻ്റെ ഫലമായിട്ട് അവളുടെ കുഞ്ഞ് കടന്ന് കരഞ്ഞാലും കുഞ്ഞിനെ എടുക്കാൻ കഴിയുന്നില്ല. പാല് തിളച്ച് തൂവിപ്പോയാലും ചെന്ന് സ്റ്റൗ ഓഫാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ചില അന്തരാള ഘട്ടങ്ങളിലൂടെ ചില മാസങ്ങൾ അവൾ കടന്നുപോയി. പക്ഷേ അത് വേഗം സൗഖ്യപ്പെട്ടു. ഇപ്പോഴവൾക്ക് ഒരു പ്രശ്നവുമില്ല. വളരെ പ്രശസ്തയായ ഒരു സ്ത്രീയായിട്ട് കേരളക്കരയിൽ ജീവിക്കുന്നു. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോഴും അവളെ ആളുകൾ എന്തു ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് തരം കിട്ടുമ്പം ഭ്രാന്തി എന്ന് വിളിക്കും. സുഖമില്ലാത്ത ആളാ, നല്ല ലെവലില്ലാത്ത ആളാ എന്ന് പറയും. ഇത് അവളുടെ മനസ്സിലൊരു മുറിവായിട്ട് കിടന്നു. ഒരിക്കൽ അവൾ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുകയായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം വായിച്ചു വന്നപ്പോൾ ഇതാ കർത്താവ് പരസ്യ ശുശ്രൂഷാ കാലത്ത് ശിഷ്യന്മാരോടും തന്നെ കാണാനായിട്ടും തൻ്റെ ഉപദേശം കേൾക്കാൻ വന്നവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ സ്വന്തക്കാർ വന്നിട്ട് അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നു. അവന് ഭ്രാന്ത, പൈത്യക്കാരൻ എന്ന് പറയും. അവന് ഭ്രാന്ത, പൈത്യക്കാരനാ എന്ന് പറഞ്ഞ് പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നു. ആ ഭാഗം വായിച്ചപ്പോൾ അവൾ പറഞ്ഞു, കർത്താവേ, എത്രയോ സുഖമുള്ളവനാണ് നീ, ഇത്രയും സുഖമുള്ള മറ്റൊരാളില്ല. അങ്ങനെയുള്ള നിന്നെ പൈത്യക്കാരനെന്ന് ഈ ലോകം വിളിച്ചെങ്കിൽ, അത് മറ്റാരുമല്ല നിന്റെ വീട്ടുകാർ തന്നെ അങ്ങനെ വിളിച്ചെങ്കിൽ, എന്നെ ഇങ്ങനെ വിളിക്കുന്നതിൽ എനിക്ക് എന്തിനാ പ്രയാസം? ഒത്തിരി കണ്ണുനീര് പെയ്തൊഴിഞ്ഞു. ആ കണ്ണീര് പെയ്തൊഴിഞ്ഞതിന് ശേഷം അവളുടെ ആ മുറിവ് സുഖമായി. ഇന്ന് ആ പ്രശ്നമില്ല. സഹോദര സഹോദരി, ഞാൻ നീയും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് നമുക്കിന്നൊരു ആന്തരികമായ സൗഖ്യമാണ് നമുക്ക് ആവശ്യം. എന്നാൽ മാത്രമേ നമ്മുടെ വഴിയമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വാഹനമൃഗത്തിൽ കയറ്റി നല്ല ശമര്യക്കാരൻ കൊണ്ടുവരുന്ന ആളുകളെ നമുക്ക് സൗഖ്യപ്പെടുത്താനായിട്ടും ഒരു സൗഖ്യദായക ശക്തി പകർന്നു കൊടുക്കാനായിട്ടും കഴിയുള്ളൂ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യാം. നാം കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പറയാം, കർത്താവേ, നീ ഈ കാലഘട്ടത്തിൽ എന്നെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു? ഞാൻ 3 ദിവസത്തെ കോൺഫറൻസിന് ശേഷം വീണ്ടും എൻ്റെ ആ കൊച്ചു സഭയിലേക്കും എൻ്റെ ആ വീട്ടിലേക്കും മടങ്ങിപ്പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ പിന്നെയും അവിടെ വെച്ച് സംഭവിച്ച ചില മുറിവുകൾ അതാണോ എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നത്? കർത്താവേ, ഇന്ന് ഇവിടെ വെച്ച് എനിക്ക് ആ കാര്യങ്ങളുടെ മേലൊരു പുറമെ ഉണ്ടാവണം, ഒരു സൗഖ്യമുണ്ടാകണം. കർത്താവേ, നീ എൻ്റെ മുറിവുകളിന്മേൽ വീഞ്ഞു എണ്ണയും പകരണം. അങ്ങനെ പൊറുക്കപ്പെട്ട് ഞാൻ എൻ്റെ പ്രാദേശിക സഭയിലേക്കും എൻ്റെ വീട്ടിലേക്കും പോകട്ടെ. എന്തിന്? അവിടെ നീ അയക്കുന്ന നല്ല ശമര്യക്കാരനായ നീ അയക്കുന്ന ആളുകളെ, അവരെ നിന്റെ ഹൃദയപ്രകാരം സൗഖ്യപ്പെടുത്താൻ എന്നാലേ എനിക്ക് കഴിയുള്ളല്ലോ കർത്താവ്. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താം. സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് അടിയേറ്റതല്ലേ നിന്നെ ഏറ്റവും വ്രണപ്പെടുത്തുന്ന ഒരു കാര്യം? എത്ര നാളായി ഇന്നും തനിയെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒക്കെയും അത് നിന്റെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ വന്ന് പിന്നെയും മുട്ടി വിളിക്കുന്നില്ല. നീ അത് വിട്ടു, ക്ഷമിച്ചു. പക്ഷെ ഒരു ആന്തരികമായ സൗഖ്യം ഉണ്ടായിട്ടില്ല. ക്ഷമയ്ക്കും അപ്പുറത്താണ് സൗഖ്യം. കർത്താവിൻ്റെ വാഗ്ദാനം അവൻ്റെ അടിപ്പിണരുകളാൽ, അവൻ്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. പാസ്റ്റ് ടെൻസിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. കർത്താവ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ എല്ലാ ക്ഷതങ്ങൾക്കും നമ്മുടെ എല്ലാ മുറിവുകൾക്കും കർത്താവ് സൗഖ്യം കാൽവരി ക്രൂശിൽ വരുത്തിയിരിക്കുന്നു. നമ്മളത് വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. രോഗസൗഖ്യം പോലെ തന്നെയാണ് കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. നാം അത് വിശ്വാസത്താൽ പ്രാപിക്കുന്നത് പോലെ നമ്മുടെ ആന്തരികമായ മുറിവുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കർത്താവിൻ്റെ അടുത്ത് ചെല്ലാം. കർത്താവിനോട് പറയാം, അവനേറ്റ ക്ഷതങ്ങളെ നോക്കാം. കർത്താവേ, നിന്റെ ക്ഷതങ്ങളുമായിട്ട് ഞാൻ എൻ്റെ ക്ഷതങ്ങളെ, എൻ്റെ മുറിവുകളെ ചേർത്ത് വായിക്കുമ്പോൾ കർത്താവേ, നീ എന്തിലൂടെയെല്ലാം കടന്നുപോയി. അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവേ, എനിക്കെന്താ പരാതിപ്പെടാനായിട്ടുള്ളത്? കർത്താവേ, നല്ല ശമര്യക്കാരനായ നീ ഇതിൻ്റെ മേലെ വീഞ്ഞും എണ്ണയും പകരണമേ. നമുക്ക് പറയാം. നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ മറന്ന് ദൈവസന്നിധിയിൽ നമുക്ക് നിലവിളിക്കാം. ഒരു നിമിഷം നമുക്ക് ശബ്ദമുയർത്തി നമുക്ക് എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല. നമുക്കൊക്കെയും ശബ്ദം ഉയർത്തി നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കർത്താവിനോട് പറയാം. ആ നല്ല ശമര്യക്കാരനോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഇന്ന കാര്യം
ദൈവമേ, അതിപ്പോഴും എന്നെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും അതൊരു മുറിവായിട്ട് എന്നിലുണ്ട്. കർത്താവെ, ഞാൻ കേവലം ക്ഷമിച്ചാൽ പോരാ, അത് പൂർണ്ണമായിട്ടൊരു സൗഖ്യമാണ് എനിക്ക് ആവശ്യം. ഈ സൗഖ്യത്തോടെ ഞാൻ പോയാൽ മാത്രമേ, എൻ്റെ ഭവനത്തിലേക്ക് ചെന്നാൽ മാത്രമേ, ഈ സൗഖ്യത്തോടെ എൻ്റെ പ്രാദേശിക സഭയിലേക്ക് ചെന്നാൽ മാത്രമേ എനിക്ക് അവിടെ നല്ല ശമരിയക്കാരനെ നീ കൊണ്ടുവരുന്ന ആളുകളെ സൗഖ്യപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ മാത്രമേ നീ വീണ്ടും മടങ്ങി വരുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസിയെ എന്നുള്ള വിളി കേൾക്കാനായിട്ട് കഴിയുകയുള്ളൂ. മറിച്ച് ഞാൻ മുറിവേറ്റും അടിവേറ്റും ഇരുന്നാൽ, കർത്താവെ, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് ചെയ്യാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടം വിട്ടു പോകുന്നതിന് മുമ്പ് കർത്താവെ, നീ എന്നെ സൗഖ്യമാക്കണം. നീ ഈ മുറിവിന്റെ മേൽ വീഞ്ഞു എണ്ണയും പകരണമേ കർത്താവെ. വിശ്വാസത്തോടെ ഞാൻ അടുത്ത് വരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി കർത്താവെ, അതിനായിട്ട് ഞാൻ വാഞ്ചിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് വാസ്തവത്തിൽ അറിഞ്ഞുകൂടാ. കർത്താവെ, ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നു. നല്ല ശമരിയക്കാരനായ നിനക്ക് എൻ്റെ മുറിവുകളെ കെട്ടാനൊക്കും, എന്നെ സൗഖ്യപ്പെടുത്താനായിട്ട് ഒക്കുമല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. 1-2 മിനിറ്റ് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ പറയണ്ട. പക്ഷേ ശബ്ദമുയർത്തി, കർത്താവേ, ഈ കാര്യത്തിൽ എന്നെ സൗഖ്യപ്പെടുത്തണമേ, ഞാൻ എന്നെ തന്നെ നിന്നെ ഏൽപ്പിക്കുന്നു, വിശ്വാസത്തോടെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നിൽ ഒരു പ്രവൃത്തി ചെയ്യണമേ എന്ന് ആര് നിലവിളിക്കും? 2-3 മിനിറ്റ് നമുക്ക് ആ നിലയിൽ തരാനായിട്ട് പോവുകയാണ്. ആ നിലയിൽ താല്പര്യമുള്ളവർക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ രക്ഷാദായകാ, നിന്റെ സന്നിധി വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭായകു രക്ഷയേ, എന്റെ പാപഭാരവുമായി വല്ലഭായകു രക്ഷയേ. സ്വീകരിക്കായെന്നെയിന്ന് ആത്മദേഹിദേഹത്തെയും താരുന്നു നിൻ കൈകളിൽ, തീർക്കായെന്നെ നിന്റെ ഹിതം പോൽ. താരുന്നു നിൻ കൈകളിൽ, തീർക്കായെന്നെ നിന്റെ ഹിതം പോൽ. യേശുവേ രക്ഷാദായകാ, നിന്റെ സന്നിധി വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭായകു രക്ഷയേ, എന്റെ പാപഭാരവുമായി വല്ലഭായകു രക്ഷയേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് നമ്മളെ മനസ്സിലാവുകയില്ല. പലപ്പോഴും ഭർത്താവ് ചോദിക്കുന്നത്, നീ എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളെ മനസ്സിലാകുന്നില്ല. പലർക്കും മനസ്സിലാകുന്നില്ല. നമ്മുടെ സഹോദരന്മാർക്ക് നമ്മളെ മനസ്സിലാകുമെന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ നിന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളുണ്ട്. അവൻ താൻ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് അടിയേറ്റവനാണ്. നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഇത് ഞാൻ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് എനിക്ക് അടിയേറ്റതാണ്. കർത്താവ് അത് അനുഭവിച്ചു, അത് കടന്നുപോയി. ഇന്നലെ ചോദ്യോത്തരവേളയിൽ ഏതോ സഹോദരിമാർ ചോദിച്ചല്ലോ, കർത്താവിന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുമോ? കർത്താവിനറിയാം. ഒരുപക്ഷെ ഒരു സ്ത്രീയായിട്ട് കർത്താവ് കടന്നുപോയില്ല, പക്ഷേ ഇൻ പ്രിൻസിപ്പൽ സഹോദരി, കുഞ്ഞെ, ചെറുപ്പക്കാരാ,
മോളെ, നീ അനുഭവിക്കുന്ന ആ വിഷമം അതിൻ്റെ ആന്തരാർത്ഥത്തിൽ, അതിൻ്റെ പ്രിൻസിപ്പിളിൽ എൻ്റെ കർത്താവിനെ അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും അവർ വേറൊരു മുഖമാണ് സഭയിൽ കാണിക്കുന്നത്. എന്നാൽ പലരും അവരുടെ ജീവിതത്തിൽ അടിയേറ്റവരും മുറിവേറ്റവരും കൈവിടപ്പെട്ടവരുമായിട്ട് കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, മുതിർന്ന സഹോദരന്മാരെ, നമ്മൾ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആ നല്ല ശമരിയക്കാരനെ പോലെ നമുക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിയുമോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിഷമിക്കരുത്. ഇതൊന്നും നടക്കുകയില്ല, ഇതൊന്നും പ്രായോഗികമാകുകയില്ല എന്ന് പറയല്ലേ. നിന്റെ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ നിന്നെ മനസ്സിലാകുന്നില്ല, നിന്റെ ജീവിത പങ്കാളിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല, സഹോദരന് മനസ്സിലാകുന്നില്ല. പക്ഷേ നിന്നെ മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ അടുത്തേക്ക് വിശ്വാസത്താലെ കടന്നു ചെല്ലുക. കർത്താവിനോട് പറയുക, കർത്താവേ നിനക്കിത് മനസ്സിലാകും. വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും നിനക്ക് മനസ്സിലാവും. നീ അടിയേറ്റവനാണ് കർത്താവേ. നിന്റെ ആ അടിപ്പിണരുകളാൽ എനിക്കിന്ന് സൗഖ്യം വേണം കർത്താവേ. ആ സൗഖ്യം ഞാൻ വിശ്വാസത്താൽ സ്വായത്തമാക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ അവിടെ നിന്ന് നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എന്നിലൊരു പ്രവൃത്തി ചെയ്യണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ഫാദർ, പ്രൈസ് യു ഫാദർ, താങ്ക് യു ഫാദർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കോൺഫറൻസ് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രാദേശിക സഭകളിലേക്കും ഞങ്ങളുടെ വീടുകളിലേക്കും തിരിച്ചു പോകുന്നു കർത്താവെ. കേട്ട പല കാര്യങ്ങളും ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് വളരെ വേഗം മങ്ങിപ്പോകും. ഞങ്ങളെടുത്ത കുറിപ്പടികൾ ഞങ്ങൾക്ക് വളരെ വേഗം കൈമോശം വന്നു പോകും കർത്താവേ. ഇതൊന്നും ഞങ്ങളെ സഹായിക്കുകയില്ല. നീ തന്നെ ഞങ്ങളുടെ മുറിവുകളെ കെട്ടിയാൽ, പരിശുദ്ധാത്മ ശക്തിയാൽ കർത്താവേ ഞങ്ങൾക്കൊരു സൗഖ്യം തന്നാൽ കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാദേശിക സഭകളിലേക്കും ഭവനങ്ങളിലേക്കും പോയി അവിടെ നല്ല ശമരിയക്കാരനായ നീ കൊണ്ടുവരുന്ന ആളുകളെ ശുശ്രൂഷിപ്പാനും സൗഖ്യപ്പെടുത്താനും കഴിയും കർത്താവേ. നീ വീണ്ടും മടങ്ങി വരാമെന്ന് പറഞ്ഞാണല്ലോ പോയത്. മടങ്ങി വരുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നൊരു വിളി കേൾപ്പാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന ആ പ്രതിഫലത്തിനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കർത്താവേ. ദൈവമേ, അന്ന് ആ പ്രതിഫലം പ്രാപിക്കത്തക്കവണ്ണം ഇന്ന് നീ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. മൂത്തപുത്രൻ്റെ കർത്താവെ, മുടിയൻപുത്രൻ്റെ ഉപമയിൽ കണ്ട പോലെ തെറ്റായ മനോഭാവങ്ങളുമായിട്ട് ആളുകളെ കൂടുതൽ മുറിവേൽപ്പിച്ച് വിടുന്നവരായി ഞങ്ങൾ ഒരാൾ പോലും ആകല്ലേ കർത്താവേ. ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ കർത്താവേ. ഞങ്ങളോട് അവിടെ നിന്ന് ഇടപെട്ടതിനായിട്ട് സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ അവിടുത്തെ അടുത്തേക്ക് കടന്നു വരുന്നു. ഞങ്ങൾ അവർക്കൊരു നല്ല മാതൃകയായിരുന്നില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവേ. ഞങ്ങളോട് പങ്കിടാൻ കഴിയാത്ത ധാരാളം മുറിവുകളുമായിട്ടാണ് അവർ കടന്നു പോകുന്നത്. നല്ല ശമരിയക്കാരനായ അവിടുന്ന് തന്നെ അവരുടെ മുറിവുകളിൽ മേൽ വീഞ്ഞും എണ്ണയും പകരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാലോ. സ്തോത്രം, സ്തോത്രം, നന്ദി കർത്താവേ. ഞങ്ങളുടെ സഹോദരിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ ബലഹീന പാത്രമാണ് കർത്താവേ. അവരെ അവിടുന്ന് കാണണമേ കർത്താവേ. ദൈവം അവിടുത്തെ സ്വരമൊന്ന് കേൾപ്പിക്കണമേ. മകളെ, നീ ഭാരപ്പെടണ്ട, എനിക്കറിയാം, നിന്റെ മുറിവുകൾ അറിയാം എന്ന് പറഞ്ഞ് കർത്താവെ ആ വിങ്ങുന്ന മുറിവുകളിൽ അവിടുത്തെ അടിയേറ്റ കരങ്ങളൊന്ന് തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഹോദരന്മാരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് എന്താശ വെച്ച് ഞങ്ങളെ വിളിച്ചോ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഈ ദിവസങ്ങൾ ഞങ്ങളെ നടത്തണമേ കർത്താവെ. ദൈവമേ, പാതി വഴിക്ക് വന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ചഞ്ചലിച്ച് നിൽക്കുന്നവരായിട്ട് ആയി പോകാതെ കർത്താവെ, പരീശനെ പോലെ മൂത്തപുത്രനെ പോലെ ആയി പോകാതെ കർത്താവെ, അവിടുന്ന് തരുന്ന ബോധ്യത്തിൽ കർത്താവെ ആളുകളുടെ പാദങ്ങളെ കഴുകുവാൻ, ആളുകളെ ശുശ്രൂഷിപ്പാൻ, ഒരു സൗഖ്യദായക ശക്തി ആളുകൾക്ക് നൽകുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ കർത്താവെ. ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം.